അനർത്ഥങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും അത് ഘോഷിക്കുവാനിടയായി. ഹല്ലേലൂയ എന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് ഇനി നിങ്ങളുടെ മുൻപിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒരെണ്ണം കിഡ്നി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഹല്ലേലൂയ ഡയാലിസിസ് ചെയ്യുക എന്ന് 2 ഓപ്ഷനായിരുന്നു ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ നടുവില് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അതേ ഡോക്ടർമാർ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ വീട്ടിൽ ചെന്ന് അതേ കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ഘോഷിക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ ഘോഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെ ക്രിയാറ്റിൻ ലെവല് 7 ആയിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഘോഷിക്കുകയും ചെയ്യുവാനിടയായപ്പോൾ ഹല്ലേലൂയ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥനയിലും അതേ ഉപവാസത്തിലും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഹല്ലേലൂയ പിന്നെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുവാനിടയായി. അപ്പോൾ 7 ആ അനുഭവമുള്ള ആ ക്രിയാറ്റിൻ ലെവല് 1.26 ആകുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പിന്നെയും ചെന്ന് നെഫ്രോളജി വിഭാഗത്തിലെ പ്രൊഫസറായ ഡോക്ടർ നവീനെ കാണുവാനിടയായി. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ മാറ്റം വരുവാനിടയായത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുവാനിടയായെന്ന് ചോദിച്ച് ആ ഡോക്ടർ വളരെ അത്ഭുതപ്പെടുവാനിടയായി. ഹല്ലേലൂയ കാരണം കിഡ്നി മാറ്റി വയ്ക്കണം, ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞതായ സമയത്ത് ഹല്ലേലൂയ ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി. ഹല്ലേലൂയ 7 അതേ ക്രിയാറ്റിൻ ലെവല് 1.26 ആകുവാനിടയായി. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ അതെനിക്ക് വലിയൊരു മാറ്റം വരുത്തുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ആ ക്രിയാറ്റിൻ ലെവൽ 1.26 ആയപ്പോൾ ഡോക്ടർമാർ ചോദിക്കുകയാണ്, പ്രൊഫസറായ ഡോക്ടർ അല്ലെങ്കിൽ നെഫ്രോളജി വിഭാഗത്തിൽ ഏറ്റവും ഹല്ലേലൂയ ഇന്ത്യ ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറയുവാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ഇനി കിഡ്നി മാറ്റി വയ്ക്കേണ്ട, ഡയാലിസിസ് ചെയ്യണ്ട. ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ അത്ഭുതം സംഭവിച്ചെന്ന് അതേ പറയുവാനിടയായി. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ കിഡ്നി മാറ്റി വയ്ക്കേണ്ട അനുഭവം ഉണ്ടായില്ല. ഹല്ലേലൂയ ഡയാലിസിസ് ചെയ്യേണ്ട അനുഭവം ഉണ്ടായില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ എന്നെ സൗഖ്യമാക്കുവാനിടയായി. ഹല്ലേലൂയ പ്രിയ ദേശനിവാസികളോട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ സമാധാനം ഇല്ലാതെ സ്വസ്ഥതയില്ലാതെ നിരാശപ്പെട്ട പ്രതികൂലത്തിന് നടുവിലായിരിക്കുന്നുവോ, മാരകമായ രോഗങ്ങൾക്ക് നിങ്ങൾ അടിമകളാണോ, നിങ്ങളുടെ കുടുംബജീവിതത്തിന് സ്വസ്ഥതയിൽ സമാധാനമില്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ വേദനപ്പെടുന്നവരാണോ, ഹല്ലേലൂയ ഭവനത്തിലോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ലേ? എന്നാൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. എന്റെ കർത്താവിനെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാനിടയാകും. കഴിഞ്ഞ 2020 എന്റെ ജീവിതത്തിൽ എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ നിങ്ങൾ ഭാരത്തിലായിരിക്കുന്നുവോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്, നിങ്ങളുടെ ഭാര്യയെ കുറിച്ച്, നിങ്ങളുടെ ഭവനത്തിലെ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം, എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മാരകമായ പ്രശ്നങ്ങൾ ഏത് തന്നെയായിരുന്നു, രോഗമാണോ, അതേ പ്രതികൂലമാണോ, പ്രശ്നങ്ങളാണോ, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, ആ സന്തോഷത്തിന്റെ ആ സമാധാനത്തിലേക്ക് മടക്കി വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 2020 എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ഭാരത്തിലാണോ, നിങ്ങൾ മാരകമായ രോഗത്തിന്റെ അടിമയാണോ, ഡോക്ടർ നിങ്ങളോട് പറഞ്ഞോ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം പ്രശ്നമുണ്ടെന്ന്, ഹല്ലേലൂയ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ ഹല്ലേലൂയ അതെ നിങ്ങൾ മാരക രോഗിയായെന്ന് മുദ്ര കുത്തിയിട്ടിരിക്കുകയാണോ? എന്നാൽ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനുള്ളത്, കഴിഞ്ഞ വർഷം ചില വർഷങ്ങൾക്ക് മുൻപേ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യമാക്കുവാൻ ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ അടുക്കൽ ആര് വരുന്നുവോ അവരെ സൗഖ്യമാക്കുവാൻ കർത്താവ് മതിയായവനാണ്. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനിടയാകും. നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന്റെ നടുവിൽ അതേ ഭാരത്തിലായിരിക്കുന്നു, ആ വിഷയത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ അടുക്കൽ കടന്നു എന്നാൽ സൗഖ്യമാക്കുന്ന ദൈവം, സമാധാനം തരുന്ന ദൈവം, വിടുവിക്കുന്ന ഒരു ദൈവം, അതേ ഹല്ലേലൂയ ഏത് മേഖലകളിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ അനേക പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളും തകർക്കപ്പെട്ട
പാവപ്പെട്ടവരായിരുന്നു. ഒരു കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ ഒരു 10-50 ലക്ഷം രൂപയെങ്കിലും വേണം. കാരണം കിഡ്നി വേണം. കിഡ്നി വേണം തരുന്നവർക്ക് അതിന് സാമ്പത്തികം വേണം. അങ്ങനെ പല സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ടുള്ള ആ സാഹചര്യത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വരുവാനിടയായി. എന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എന്റെ കർത്താവിനെ സൗഖ്യമാക്കി. എന്നെങ്കിലും എന്നെ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും രോഗികളായോ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ തകർക്കപ്പെട്ട വ്യക്തിയാണോ, സമാധാനമില്ലാത്ത വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബബന്ധത്തിലാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾ മാരക രോഗികളാണെന്ന്. നിങ്ങൾ അവസാനത്തോടെ മരുന്ന് കഴിക്കുവാൻ ഡോക്ടർമാർ നിങ്ങളെ നിർദ്ദേശിച്ചിരിക്കുകയാണോ? ഇന്ന് വയൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ എന്റെ ജീവിതത്തിൽ എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാൾ എന്നെ വിടുവിച്ച എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾ നടുവിലോ കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്തു വന്നാൽ അവൻ നമ്മളോട് അടുത്തു വരുവാനിടയാകും. കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവം, വേദനയും ഭാരത്താലും വിഷയത്തിനാലും നിങ്ങളെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെട്ട വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ഈ ശബ്ദം അതേ പരിധിക്കുള്ളിൽ കേൾക്കുന്ന ആരായിരുന്നാലും ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കഴിഞ്ഞ നാളുകളിൽ എന്നെ രക്ഷിച്ച ഒരു ദൈവം, എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം, എന്നെ വിടുവിച്ച ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം അതേ ആ വാക്കുകൾ നിങ്ങളോട് പറയുവാൻ എനിക്കുള്ളത്. കാരണം കഴിഞ്ഞ നാൾ എന്നെ വിടുവിച്ചു. 19 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാതില്ലായിരുന്നപ്പോൾ, ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ മാനസികമായി ശാരീരികമായി തളർന്നപ്പോൾ, വേദനയോടെ കടന്നുപോയ മേഖലകളിൽ കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. എന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ എന്റെ കിഡ്നിയെ സൗഖ്യമാക്കി, എന്നെ ഡയാലിസിസ് ചെയ്യുന്ന പറഞ്ഞ സ്ഥാനത്ത് ഡയാലിസിസിനെ ഒഴിവാക്കി തന്നൊരു നല്ല ദൈവത്തെ കുറിച്ചാണ് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, കൂട്ടാളിയുടെ ദേശനിവാസികളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നം കണ്ട് ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല, പ്രശ്നത്തിന് നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ആ നല്ല ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒട്ടും ഹല്ലേലൂയ വിഷമമില്ല. കാരണം അത് സന്തോഷത്തിന്റെ ദിനമാണ്. ഈ പകൽക്കാലം എന്നെ വിടുവിച്ച ദൈവം, ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി കഴിയുന്നുവെങ്കിലോ, മാനസികമായി ഭാരപ്പെടുന്നുവെങ്കിലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ, നിങ്ങളുടെ തലമുറയെ കുറിച്ചോ, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചോ, ഏത് വിഷയത്തിന് നിങ്ങൾ ഭാരപ്പെടുന്നുവോ, ഇന്ന് പകൽക്കാലം കർത്താവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ നിങ്ങളെ ഹല്ലേലൂയ പുലർത്തുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആലോചന, അതെ എനിക്ക് എന്നെ വിടുവിച്ച ദൈവത്തിനെ കുറിച്ചുള്ള അതേ ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ ഈ കൂട്ടാളിയുടെ ദേശത്ത് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയല്ലോ. ഇന്ന് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വേണ്ട പോലെ ഹല്ലേലൂയ മരുന്ന് കഴിക്കുന്നില്ല, അങ്ങനെ വേണ്ട പോലെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കാരണം കർത്താവിനെ സൗഖ്യമാക്കി ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ബലത്തോടെ അതേ ഞാൻ ആയിരിക്കുന്നു. ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നേരത്തെ എനിക്ക് ജോലി ചെയ്യുവാൻ കഴിയില്ല, ഒരു കട്ടിലെ മാത്രം കിടക്കണോ, അങ്ങനെ എന്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം തന്നു, എന്നെ ബലപ്പെടുത്തി, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ ദേശനിവാസികൾക്ക് ഒരു അനുഗ്രഹമായി, എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ വചന പ്രകാരം പറയുന്നു. ഹല്ലേലൂയ. ദേശനിവാസികളോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതേ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലെ പ്രകാരം പറയുന്നു, മറിയ ഈ വാക്കൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മറിയ ഈ വാക്കൊക്കെയും ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദേശനിവാസികളെ, കൂട്ടാളിയുടെ നിവാസികളെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനുള്ളത്, ഇന്ന് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ, ടിവിയിലൂടെ, പത്രത്തിലൂടെ, അല്ലെ ഫോണിലൂടെ, അതെ നമ്മുടെ ദേശത്തൊക്കെ ഒത്തിരി വാർത്തകൾ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് സന്തോഷം പകരുന്നതാണോ? ഇന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് സമാധാനം പകരുന്നതാണോ? ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ പൊടിപ്പിക്കുന്ന വാർത്തകളാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളല്ലേ ഇന്ന് നമ്മളെ ടിവിയിലൂടെ കാണുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എപ്രകാരമുള്ള വാർത്തയാണ് ഈ വാർത്തയൊക്കെ നമ്മളെ തളർത്തുമ്പോൾ, ഈ വാർത്തയൊക്കെ നമ്മളെ ദുഃഖിക്കുമ്പോൾ, ഈ വാർത്തയൊക്കെ നമുക്ക് സമാധാനം തരാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള വാർത്ത ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നു, ഏതെങ്കിലും വിധത്തിൽ വേദനയിലായിരിക്കുന്നുവോ, കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയാകും. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. ഇന്നത്തെ വാർത്തകളൊക്കെ നമ്മുടെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. അവിടെ പീഡിപ്പിച്ചു, ഇവിടെ കൊലപാതകം ചെയ്തു, അവിടെ വണ്ടി ഇടിപ്പിച്ചു, ഇവിടെ തകർത്തു കളഞ്ഞു, അവിടെ അമേരിക്ക അപ്രകാരം സംഭവിച്ചു, ഇവിടെ മിസൈൽ ഇട്ടു, ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ തകർക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ദേശനിവാസികളോട് എനിക്ക് പറയുവാനുള്ള വാർത്ത, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗത്തിൽ വരുന്നു. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്നതായ സംഭവങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് പകൽക്കാല കൂട്ടാരുടെ ദേശക്കാരെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളോട് അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വിഷമമായി തീരും. കാരണം ഈ ദേശനിവാസികളോട് ഞാൻ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവേറ്റ് ആസന്നമായി. ഇന്ന് വരുന്നതായ കുടുംബ ജീവിതത്തിന്റെ പകർച്ച, അല്ലെങ്കിൽ മാരക രോഗങ്ങൾ,